ഹായ് ഡിയേഴ്സ്, ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്നൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി മുരിങ്ങയില വെച്ചിട്ടാണ് ഇന്നത്തെ ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയിൽ നല്ല രീതിയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടിയുടെ നല്ല വളർച്ചയ്ക്കും നന്നായിട്ട് പൂവിടാനും കായ്ക്കാനും പിന്നെ രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് കിട്ടാനും ഒക്കെ മുരിങ്ങയില ഫെർട്ടിലൈസർ വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണമെങ്കിൽ മാത്രമാണ് അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിയും വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ മുരിങ്ങയില ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ ഏറ്റവും മൂപ്പെത്തിയ ഇലകൾ തന്നെ എടുക്കാൻ ശ്രമിക്കണം. കിളുന്ത ഇലകൾ കഴിവതും ഒഴിവാക്കുക കേട്ടോ. ഇനി ഈ ഇലയെ നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ഉണക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കാതിരിക്കുക. മിതമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രം വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണക്കിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ തണ്ടിൽ നിന്ന് ഇലകൾ വേർപെടുത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് 2 ദിവസത്തിനുള്ളിൽ തനിയെ വേർപെട്ട് വന്നോളും. അപ്പോൾ അത് ഞാൻ ഈ മുരിങ്ങയില ഉണക്കാൻ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കൊമ്പും കോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തങ്ങ് മാറ്റിയേക്കുക കേട്ടോ. നമുക്ക് ആ ഇല മാത്രം മതി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഉണങ്ങിയ ഇലകളൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക. നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ 2 കറക്ക് കറക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഈ മുരിങ്ങയില പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അത് മുരിങ്ങയില നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പൊടിയാണ് നമുക്കിനി ചെടികൾക്ക് നല്ല രീതിയിൽ വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളത്. മുരിങ്ങയില പൗഡർ നമുക്ക് ഒരു ചെടിക്ക് 1 സ്പൂൺ എന്ന കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണുമായിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഇതിന് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് മുരിങ്ങയില ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ട് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഗുണം കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു 2 സ്പൂൺ ഈ മുരിങ്ങയില പൊടി ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ മുരിങ്ങയില കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്ന വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഇളക്കിയെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് കഞ്ഞിവെള്ളത്തിൽ ലയിച്ച് ചേരുകയുള്ളൂ കേട്ടോ. ഇനി ഈ ഫെർട്ടിലൈസറിൻ്റെ ഉള്ളിലേക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്കിനി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്ക് ഒഴിച്ചാലും വളരെ നല്ലതാണ്. വീടുകൾ സുലഭമായി കിട്ടുന്ന ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രം റീന.